നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. രഘു, അല്ലെങ്കിൽ നമ്മളിവിടെ എത്തിയെന്ന് അറിയിച്ചിട്ടും അവരെന്താ വരാൻ താമസിക്കുന്നത്? നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ പിന്നെ അവർക്ക് ടെൻഷന്റെ ആവശ്യമില്ലല്ലോ രഘു. അവർ വരട്ടെ, ഓൺ ദി വേ ആണെന്നല്ലേ പറഞ്ഞേ. സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. നമ്മൾ ഈ പണം കൊണ്ടൊന്നുമില്ലെന്ന് മനസ്സിലാവുമ്പോൾ അവരുടെ സ്വഭാവം മാറും. ഒരു സൂചന അവർക്ക് നൽകാമായിരുന്നു. നേരത്തെ സൂചന നൽകിയ അവര് നമ്മളെ പൂട്ടാനുള്ള തയ്യാറെടുപ്പ് കേട്ടിരിക്കും വരെ. അവരിങ്ങോട്ട് വരുത്തിയിട്ട് ക്യാഷിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് എന്റെ ചെക്ക് നൽകിയാൽ ചിലപ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്തെന്ന് വരും. അല്ല, ഇനിയിപ്പോൾ അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ? അത് നമുക്ക് അപ്പം ആലോചിക്കാം. അതുവരെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ കാണാം. അതാണ് നല്ലത്. അവരെ വിളിക്കുന്നേ. എടുക്ക്. ഹലോ. ആ സാറേ, വരണം. നമസ്കാരം. ഇവിടെ ഇരിക്കാം. ഞങ്ങൾ ശരിക്കും നാളെയാണ് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത്. പിന്നെ നിങ്ങളോടൊന്ന് കാണാമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് തന്നെ ഇറങ്ങി. ഞങ്ങൾ രഘുവിനെ വിളിച്ച് അങ്ങോട്ട് പുറപ്പെടാൻ റെഡിയായി നിൽക്കായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞത്. വീടിന്റെ എഗ്രിമെന്റ് ഒക്കെ കറക്റ്റായിട്ട് നടന്നു കാണുമല്ലേ? അത് ഇന്ന് നടന്നില്ല എന്നുള്ളതാണ് സത്യം. പാർട്ടിക്ക് ചെറിയൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം. എഗ്രിമെന്റ് ഒരു 10 ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നു. അപ്പൊ ഞങ്ങളുടെ കമ്പനിയിൽ അടക്കാനുള്ള ക്യാഷ് അത് നമുക്ക് സംസാരിക്കാം. അതിനാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നാളെ ബാങ്ക് ഓപ്പൺ ആവുമ്പോൾ ക്യാഷ് കമ്പനിയുടെ അക്കൗണ്ടിൽ വീഴണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അങ്ങനെ പറയരുത്. രഘുവിന്റെ അമ്മാവൻ സ്വന്തം വീട് വിറ്റ് ബാധ്യത തീർക്കാൻ വരെ തയ്യാറായതാണ്. എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചാല് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെന്ന് അറിയിച്ചപ്പോ ക്യാഷ് ഇന്ന് കിട്ടുമെന്ന് ഞങ്ങളും കമ്പനിയിൽ വിളിച്ച് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളോട് പറയും പോലെ ഞങ്ങൾക്ക് കമ്പനിയിൽ മാറ്റി പറയാൻ പറ്റില്ല. അല്ല, ഞാൻ നിങ്ങളോടൊപ്പം കമ്പനിയിൽ വന്ന് ആരുമായിട്ട് വേണമെങ്കിലും സംസാരിക്കും. തരാനുള്ള പണത്തിന് ഞാൻ ഗ്യാരണ്ടി തരാം. അതിനുള്ള ചെക്കോ ബോണ്ടോ ഡ്രാഫ്റ്റോ എന്ത് വേണമെങ്കിലും തരാം. ഞാനും ഒരു ബിസിനസ്സുകാരനാണ്. എനിക്കറിയാം ഇത്രയും വലിയൊരു എമൗണ്ട് പെൻഡിങ്ങിൽ നിർത്താൻ ഒരു കമ്പനിയും തയ്യാറാവില്ല. ഞങ്ങൾ വേണമെങ്കിൽ പേയ്മെന്റ് ഡിലേന്റെ ഇൻട്രസ്റ്റ് പോലും തരാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല സാർ. നാളെ കമ്പനിയായി ഡിസ്കസ് ചെയ്തതിന് ശേഷം തീരുമാനം പറയാം. എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ? ഓഫ് കോഴ്സ്. ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവൂ. ഓക്കെ ഓക്കെ. ശരി ശരി സാർ. ശരി. ദാസങ്ങളായോണ്ടാന്ന് തോന്നുന്നു അവര് പെട്ടെന്ന് ഒതുങ്ങിയത്. നാളെ ഇത് കോംപ്രമൈസ് ആവുമായിരിക്കുമല്ലേ? എന്താ സംശയം? നീ ടെൻഷൻ ആവാതെ രഘു. നാളെ പോകുന്നതിനെ കുറിച്ച് മാത്രം ആലോചിക്കേ. ഞാനല്ലേ കൂടെ ഉള്ളത്. നിന്നെ ഞാനിവിടുന്ന് മനസ്സമാനത്തോടെ ഫ്ലൈറ്റ് കയറ്റി വിടും. അതുപോലെ എന്നാ ചായ കുടിക്ക്. തെറ്റായിപ്പോയി. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ട് എന്റെ അമ്മ അതിനെതിരെ പ്രവർത്തിച്ചത് വലിയ തെറ്റായിപ്പോയി.
അമ്മ ചെയ്യുന്ന ചില കാര്യങ്ങൾ ശരിയല്ലെന്ന് അറിഞ്ഞിട്ട് പോലും അതിന്റെ ഒപ്പം നിന്നിട്ടുള്ളവനാ ഞാൻ. എന്നിട്ടിപ്പോ അതാണ് ഇന്ദ്രൻ നിന്റെ കുഴപ്പം. ഇപ്പൊ ശരികേട് സ്വന്തം അമ്മ ചെയ്താലും അതിന് കൂട്ടു നിൽക്കാനേ പാടില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റും. രവിയുടെ നീ കാര്യത്തിൽ അഭിപ്രായം പറയണ്ട. ഇന്ദ്രനെ അവന്റെ അമ്മയ്ക്ക് വേണ്ടി മരിക്കും. ഇന്ദ്ര, പഞ്ചരത്നം വീട് നീ വാങ്ങിക്കണം. അതാ സുശീലാന്റിയുടെ ആഗ്രഹം. അതിനുവേണ്ടിയാ നീ പോലും അറിയാതെ ആന്റി അവിടെ പോയത്. പക്ഷെ അതിനുശേഷമെങ്കിലും അമ്മ എന്നോട് ഒരു വാക്ക് പറയണ്ടേ? അത് കുഴപ്പമില്ല ഇന്ദ്ര. നീ അതറിയാതെ പോയതുകൊണ്ട് അനുപമയുടെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ശ്യാമിന്റെ 24 കോടി കിട്ടിയ ഇന്ദ്രനും അമ്മയും കൂടി അവിടെ പോയി ആ വീട് വിലയ്ക്ക് വാങ്ങിക്കണം. എന്നിട്ട് അനുപമയോട് കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. അനുപമ വരും. അവക്ക് വേറെ വഴിയില്ലല്ലോ. പാവം. ഇന്ദ്രന്റെ വീട്ടിലെ ഏറ്റവും നല്ല 2 മനുഷ്യര് അനുപമയും സത്യനുമാ. അവര് സത്യസന്ധരും ഹൃദയമുള്ളവരുമാ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഹൃദയം ഇല്ലാതെയാണോ ജീവിക്കുന്നത്? ആ, ഹൃദയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പലരും പല രീതിയിലാന്ന് മാത്രം. രവിയേട്ടാ മതി. നിങ്ങളെ ഇപ്പൊ തന്നെ ഓവറാ. ഇതിനാണോ നിങ്ങൾ ഇന്ദ്രനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? പക്ഷെ അതിന് ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. മദ്യം കഴിച്ചാൽ ചില സത്യങ്ങൾ ഞാൻ പറയും. അതെന്റെ ഒരു വീക്ക്നെസ്സാ. എപ്പോഴെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ മനുഷ്യനാവും? പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വലിയ തെറ്റാ. പണത്തിനു വേണ്ടി സോനയെയും ശ്യാമിനെയും വീണ്ടും ഒരുമിപ്പിക്കുക. പണമില്ലാത്തതിന്റെ പേരില് ആ പാവം അനുപമയെ സങ്കടപ്പെടുത്തുക. എന്നിട്ട് അവൾ ഒഴിവാക്കാൻ നോക്കുക. എടാ, ഒന്നും അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ അമ്മയല്ലടാ അവള്. രവി, സൂക്ഷിച്ച് സംസാരിക്കണം. അനുപമയെ ഞാൻ ഒഴിവാക്കാൻ നോക്കാണെന്ന് തന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ എനിക്കറിയാം എന്തിനാ. എടാ, തന്റെ അമ്മ പറഞ്ഞ ആ പാവം അനുപമയെ ഒഴിവാക്കുകയും ചെയ്യും, വേറൊരുത്തെ കെട്ടുകയും ചെയ്യും. എടാ, മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേടാ. നീ ഇത്ര നന്ദി കേട്ടവനാണോടാ? എടാ, എന്റെ അമ്മ പറഞ്ഞിട്ടാ നിനക്ക് ഞാൻ എന്റെ ഓഫീസിൽ ജോലി തന്നു പോലും. അതിനെ എതിർത്ത സത്യൻ നിനക്ക് നല്ലവൻ അല്ലടാ. ഞാനും എന്റെ അമ്മയും മനസാക്ഷി ഇല്ലാത്തവർ അല്ലടാ. ഇന്ദ്ര വിട്. മദ്യം തിരക്കി പിടിച്ച ഈ മനുഷ്യന് ഭ്രാന്താ. രവിയേട്ടാ, രവിയേട്ടാ നിങ്ങൾ വന്ന് കിടക്ക്. ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. വാ ഇന്ദ്ര, നീ എവിടെ ഇരിക്കെ. ഞാനേ രവിയേട്ടനെ മുറി കൊണ്ടേ കിടത്തിട്ട് വരാം. എടി, അത് എവിടുത്തെ മര്യാദയടി? എന്നെ മുറിയിലേക്ക് പറഞ്ഞയച്ചിട്ട് നിനക്ക് അവനെ സൽക്കരിക്കണായിരിക്കും അല്ലേ? അല്ല, അതൊക്കെ ശരിയാണോ ഇന്ദിര? ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ഇവനുള്ള മറുപടി ഞാൻ നാളെ കൊടുത്തോളാം. ഇന്ദ്ര പ്ലീസ് ഇന്ദ്ര നിക്ക്. ഞാൻ പറയുന്നത് ഇന്ദ്ര പന്നൻ. കാര്യമൊക്കെ ശരിയാ. പക്ഷെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടണം കേട്ടോ. ആ ശരി ശരി, ഞാൻ വിളിക്കാം. കോഫി. ഏട്ടൻ ഇത് എങ്ങോട്ടാ? ബാഗൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് പോണ്ടേ? നിനക്ക് ഇന്ന് തന്നെ പോണോ മോനെ? പോണോ അമ്മേ, ലീവൊക്കെ കഴിഞ്ഞു.
പറ്റിയാല് ഇന്ന് തന്നെ ജോലിക്ക് കയറുകയും വേണം. നീ എന്തിനാടാ ഒരു ജോലിക്കാരനായിട്ട് നിൽക്കുന്നേ? നിനക്ക് കോവളം ഇഷ്ടമാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹോട്ടൽ തുടങ്ങാം. അച്ഛാ, അതൊന്നും വേണ്ട. എന്താടാ മോനെ ഇത്? എടാ, എനിക്കുള്ളതൊക്കെ നിനക്കും കൂടെ അവകാശപ്പെട്ടത് തന്നെയല്ലേ? നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അച്ഛൻ്റെ പണത്തിന്റെയും പ്രൗഢിയുടെയും ബലത്തില ഞാൻ ഇന്നുവരെ ജീവിച്ചത്. അതിൽ നിന്നൊന്നുമില്ലാത്തൊരു മനസ്സമാധാനം ഇന്നെന്റെ ഈ ചെറിയ ജോലിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കത് മതി. എനിക്കിതൊക്കെ മതി അച്ഛാ. മോനെ, നീ ഇവിടെ ഇല്ലാത്തതിൽ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ലേ? അമ്മ എന്തിനാ വിഷമിക്കുന്നേ? അമ്മ, ഞാനിപ്പോ പരിപൂർണമായിട്ട് സന്തോഷത്തിലാ. ഏട്ടനറിയോ, അമ്മയും അച്ഛനും മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കാറില്ല. എപ്പോഴും ഏട്ടനെ കുറിച്ച് ആലോചിച്ച് കരച്ചില്ലേ ഇവിടെ. എന്നെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട. അത് ഞാൻ പറഞ്ഞല്ലോ. അമ്മ, ഇപ്പൊ എനിക്ക് മനസ്സിനൊരു സമാധാനമുണ്ട്. മറ്റൊരാളുടെ കീഴിലെ പരിമിതമായ സാഹചര്യത്തില് ജീവിച്ച് പൊരുത്തപ്പെടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് മതി. അത് മതി ഇനി എന്റെ ലൈഫില്. മോനെ, നീ എന്തിനെങ്ങനെ നിരാശനാകുന്നേ? നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, നിനക്ക് നിന്റേതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഇല്ലേ? അതൊക്കെ മറന്ന് എല്ലാത്തിൽ നിന്നും ഒളിച്ചോടിയുള്ള ഈ ജീവിതം എത്ര നാള് നീ ഇങ്ങനെ തുടരും? അച്ഛാ, മറ്റുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് എന്റെ മനസ്സിനെ കൂടെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ നാളെ ഒരിക്കൽ എനിക്ക് കുറ്റബോധം തോന്നും. മോനെ, ഈ അമ്മയുടെ മനസ്സ് നീ കാണാതെ പോരുത്. എന്റെ അമ്മേ, അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ എനിക്ക് അറിഞ്ഞൂടെ? അമ്മ കരഞ്ഞോണ്ടാവരുത് എന്നെ യാത്ര അയക്കാൻ. ഞാൻ വന്നില്ല അമ്മേ. അതുപോലെ ഇവിടുത്തെ എന്ത് ആവശ്യം ഉണ്ടായാലും ഞാനിവിടെ ഉണ്ടാവും. അതുപോലെ അച്ഛാ, ഹേമന്ത് വന്നെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങുവാ. എടാ മോനെ, നിനക്കിവിടെ ഒരുപാട് വണ്ടികൾ കിടക്കല്ലേ? ആദ്യം എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോയാ പോരെ? അച്ഛാ, അതൊന്നും വേണ്ട. ഒരു ഹോട്ടൽ ജീവനക്കാരന്റെ പരിമിതി ജീവിക്കാനാ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ആ, അങ്ങനെ ആവട്ടെ. ഞാനായിട്ടൊന്നും നിർബന്ധിക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നീ നന്നായിട്ട് പഠിക്കണം കേട്ടോ. എനിക്കോ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹത്തിനൊപ്പം എത്താൻ സാധിച്ചില്ല. നിനക്കതിന് കഴിയണം. ഏട്ടാ, ആ പോ. പോട്ടെ. ബൈ. അമ്മ കരയണ്ട. വാ അമ്മേ, വാ. ആ, ദേ അവരിവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഡാ, വേം വിട് വിട്. ആ, ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ, ആംബ്ലി, കുഴപ്പമൊന്നുമില്ല. ആ, ഇല്ല, ഇപ്പൊ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? ടെൻഷൻ ആവണ്ട, ഒക്കെ ശരിയാവും. ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ട് വിളിക്കാം. ആ, ശരി. എന്റെ രഘു, നീ അമ്പിളിയെ സമാധാനിപ്പിക്കുമ്പോഴും എത്രമാത്രം ടെൻഷനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ടെൻഷനും വേണ്ട, അങ്കിളില്ലേ കൂടെ. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും. നീ പറക്കാനുള്ള കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ? എവിടേക്കാ? എയർപോർട്ടിലേക്കാ.
12:30 ദുബായ് ഫ്ലൈറ്റില് പുള്ളിയെ വിടണം. താനാണോ രഘു? അതെ സർ. എന്താ സർ? പറയാം, ഒന്നും കൂടെ ഇറങ്ങണം. സാറേ, എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം ആവാറ്. അതിന് താമസിച്ച യാത്ര മുടങ്ങും സാറേ. ഒരു ജോലിക്ക് വേണ്ടി പോവാ. ജോലിയെന്നും പറഞ്ഞ ആളുകളെ പറ്റിച്ച് മുങ്ങുന്നത് ശരിയാണോ? പറ്റിച്ചെന്നോ? സാർ എന്തായി പറയുന്നേ? സാറിന് ചിലപ്പോൾ ആള് മാറിയതായിരിക്കും. ഓ, നീ അത്ര വലിയ പരിശുദ്ധനാ? ഹലോ സാർ, എന്താണെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറയൂ. രഘു ആരെ ചതിച്ചെന്നാ? ആരാണ് പരാതിക്കാര്? അതൊക്കെ സ്റ്റേഷനിൽ ചെല്ലുമ്പോ കാണാം. ചെക്ക് കൊടുത്ത് വഞ്ചിച്ചു എന്നാ കേസ്. എന്താ സർ? ജാമ്യമില്ലാത്ത വകുപ്പാ. എനിക്ക് പരാതി തന്നിരിക്കുന്നതേ അനന്തപുരി കോട്ടൺസ് കമ്പനിയാ. വേറെ ആർക്കൊക്കെ ചെക്ക് കൊടുത്തിട്ടാ മുങ്ങുന്നേന്ന് ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിച്ചോളാം. അത് സാർ, രഘു ആരെയും പറ്റിച്ചിട്ട് പോകുന്ന ആളല്ല. ഇന്നലെ അവരോട് ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചതാ. ഇന്ന് കണ്ട് ഒരു തീരുമാനത്തിലെത്താന്ന് പറയുകയും ചെയ്തു. എങ്കിൽ അവരുടെ തീരുമാനം ഇതാണ്. അവര് നിയമപരമായ മാർഗത്തിലൂടെ പണം തിരിച്ചു പിടിക്കും. സാറേ, ഞാൻ അവരുടെ പണം കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ സ്ഥാപനം കത്തി നശിച്ചുണ്ടായ കടവാ അത്. അതിനെനിക്ക് കുറച്ച് സമയം അനുവദിച്ചു തരണം പ്ലീസ്. ഇതൊക്കെ ഇനി കോടതി പറഞ്ഞാ മതി. നിന്നെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കാനാ എനിക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവ്. സാർ, രഘു കൊടുക്കാനുള്ള പണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റോളാന്ന് പറഞ്ഞതാ. ഈ ജോലി നഷ്ടപ്പെട്ടാലേ ഇവന് പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് രഘുവിനെ പോകാൻ അനുവദിക്കണം. ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് അവർക്ക് കൊടുക്കാനുള്ള പണത്തിന് ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കാം. ചെക്കോ ഡ്രാഫ്റ്റോ എന്തും. നടക്കില്ല. പ്രതിയെ കൈ കിട്ടിയിട്ട് വിട്ടുകളഞ്ഞ മുകളിൽ നിന്ന് എനിക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ചു തരും. സാറ് ഏതെങ്കിലും നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ഏതായാലും ഇവനെ ഞങ്ങളങ്ങ് കൊണ്ടുപോവുക. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലല്ലേ? ഒന്ന് പറയങ്ങളെ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അങ്ങളെ. നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് ജീവിതം കേക്ക്. വേണമെങ്കിൽ ഞാൻ സാറിനെ കാര്യം വിളിക്കാം പ്ലീസ് സാർ. ഇവനെ നാടുവിടാൻ എങ്ങനെയെങ്കിലും സഹായിക്കും സാർ പ്ലീസ് സാർ. ഞാൻ പറയുന്നത് നിന്നോട് കേറാനല്ലോ പറഞ്ഞത്. അങ്കിള്, ബലം പിടിക്കല്ലേ? അങ്കിള്, വണ്ടി മഞ്ചാടി, മഞ്ചാടി, നമ്മൾ എത്തിയോ? കന്യാകുമാരിയിൽ എത്തിയോ? അവരൊക്കെ എവിടെ? എല്ലാവരും റൂമില്ല. നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? നല്ല ക്ഷീണം. എനിക്ക് എന്താ പറ്റിയ ജീവൻ? വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുള്ള ടെൻഷനാ. ഇന്നലെ തീരെ ഉറങ്ങിയില്ലല്ലോ അല്ലേ?
അതായിരിക്കും ക്ഷീണം. കുറച്ച് സമയം റെസ്റ്റ് ചെയ്താൽ മാറും. പോ. ഇതെവിടെയാ? എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല. കണ്ണടഞ്ഞു പോകുന്ന പോലെ. അത് വയ്യാത്തോണ്ടല്ലേ. ദാ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ മാസ്ക് കൂടെ വെച്ചു. വാ. വരും. വാ. ശരിക്കും മഞ്ചാടി പോലെ തന്നെ ഇരിക്കുന്നു. മുഖം ശരിക്കൊന്ന് കാണാനും പറ്റില്ല. ഇവനിതുവരെ പോയില്ലേ? ആ ഹേമന്ത് പറയടാ, നീ എന്താടാ പോവാത്തത്? ഞാൻ പോകാൻ ഇറങ്ങിയതാ. അപ്പൊ ഒരാളെ കണ്ടടാ. ആരടാ? ഒരാള്. കേട്ടാ നിനക്ക് ഒരുപാട് സന്തോഷാവുന്ന ആളാ. നീ കാര്യം പറ മോനെ. എടാ, നിന്റെ മഞ്ചാടിയെ പോലെ ഒരു പെണ്ണെ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടെന്ന്. മഞ്ചാടിയോ? ഇവിടെയോ? നോ വേ മാൻ. എടാ, അവളെ പോലെ തന്നെയുണ്ട്. മാസ്ക് ഇട്ടുകൊണ്ട് മുഖം ക്ലിയർ ആയില്ല. എടാ, മൊത്തത്തിൽ അവള് തന്നെ. എടാ, അത് അവളൊന്നും ആയിരിക്കില്ല, നിനക്ക് തോന്നിയതാവും. മനസ്സിൽ നിന്റെ കാര്യം കിടന്നുകൊണ്ട് തോന്നിയതാവും ചിലപ്പോ. ഞാൻ വിചാരിച്ചതേ നിന്റെ അച്ഛൻ ഇടപെട്ട എല്ലാം പെട്ടെന്ന് ശരിയാക്കി അവളെ നിന്റെ അടുത്തോട്ട് എത്തിച്ചതായിരിക്കുന്നാ. ഓ പിന്നെ, എന്റെ അച്ഛനെല്ലാം റെഡിയാക്കിയാലും അവളെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കില്ല. അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ. നീ പറഞ്ഞ പോലെ ഇപ്പൊ അത് നടക്കുമെന്ന് എനിക്കും വലിയ പ്രതീക്ഷ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയാ മോനെ ഞാൻ കാത്തു നിൽക്കുന്നത്. എല്ലാം ശരിയാകൂടാ. നിന്റെ സ്നേഹം സത്യമായതുകൊണ്ട് തന്നെ അവൾ അതൊരിക്കൽ മനസ്സിലാക്കുക തന്നെ ചെയ്യും. എടാ മോനെ ഹേമന്തേ, നിന്റെ നാവ് ഏതായാലും പൊന്നായിരിക്കട്ടെ. എടാ, ഏതായാലും ഇന്ന് മനസ്സിന് പതിവില്ലാത്തൊരു സന്തോഷം തോന്നുന്നു. അത് നന്നായി. എന്നും അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾ ഒരുമിക്കുന്ന വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഏതോ ഒരു സെറ്റപ്പിനെ കണ്ടപ്പോ എനിക്ക് നമ്മുടെ മഞ്ചാടിയായി തോന്നിയത്, അല്ലേ? ഡാ, നീ സൂക്ഷിച്ച് കാര്യങ്ങൾ സംസാരിക്കണേ. മഞ്ചാടിയുടെ പേര് ചേർത്ത് മോശമായിട്ടൊന്ന് പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ലെന്നറിയാലോ. അതാരായാലും വെറുതെ വിടില്ല ഞാൻ. അയ്യോ, നീ എന്നെ കൊല്ലല്ലേ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എടാ, നിന്റെ പെണ്ണിനെ കുറിച്ച് ഞാൻ മോശമായിട്ട് പറയോ? അതെടാ, അവൾ എന്റെ പെണ്ണ. ആ ഓർമ്മയിൽ വേണം നീ സംസാരിക്കാൻ. ഓ, സമ്മതിച്ചു. ഇതാണ് അസ്ഥിക്ക് പിടിച്ച പ്രേമം പറയുന്നത്. എന്നാലും എന്റെ അളിയ, ഇത്രയ്ക്കങ്ങ് അലിഞ്ഞു ചേരാൻ എന്ത് പ്രത്യേകതയാണ് അവൾക്കുള്ളത്? എടാ മോനെ, അവളുടെ പ്രത്യേകത എന്താന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അതെനിക്ക് മാത്രമേ മനസ്സിലാവൂ. എന്റെ കണ്ണിൽ അവളൊരു ദേവതയാണ്. ദേവത. എടാ മോനെ, മാനേജർ വിളിക്കുന്നുണ്ട്. ഞാൻ നിന്നെ പിന്നെ തിരിച്ചു വിളിച്ചോളാം കേട്ടാ. കുറച്ച് തിരക്കുണ്ട്. ഓക്കേടാ, ബൈ. ഓക്കേടാ, ഓക്കെ, ശരി. ഹലോ സർ. ആ ഓക്കെ സർ, ഞാൻ വരാം. ഞാൻ ദേ വരുന്നു. ശരി.
ഹലോ ആസിഫ്. ഡാ എന്താടാ, നീ അവളെയും കൊണ്ട് റൂമിലെത്തിയോ? എത്തി. അവൾ ഇപ്പോഴും നല്ല മയക്കത്തില. എനിക്ക് നല്ല ടെൻഷനുണ്ട്. മരുന്ന് കൂടിയോ എന്നൊരു സംശയം. അതൊക്കെ ഇറങ്ങിക്കോളൂടാ. ഹോട്ടലിൽ വേറെ തടസ്സമൊന്നും ഉണ്ടായില്ലല്ലോ. നിന്റെ സിസ്റ്ററാന്ന് പറഞ്ഞുകൊണ്ട് അങ്കിള് വളരെ സീരിയസ് ആയിട്ട് ഇടപെട്ടത്. അതിന് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. എങ്കിൽ പിന്നെ ലേറ്റ് ആക്കണ്ട. അവള് സ്വബോധത്തിലേക്ക് വരുമ്പോഴേക്കും എല്ലാം ഓക്കെ ആയിക്കോളും. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എടാ, എന്റെ മൈൻഡിൽ ഇപ്പം അതൊന്നുമില്ല. നീ ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞതാ. എടാ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാനൊന്ന് കോറിഡോറിലേക്ക് ഇറങ്ങട്ടെ. ഇവനെന്താ ഇപ്പൊ ഇവിടെ? ചിലപ്പോ ഫ്രണ്ട്സുമായിട്ട് കോവളത്ത് അടിച്ചു പൊളിക്കാൻ വന്നതായിരിക്കും. നമസ്കാരം സാർ. നമസ്കാരം. ഗോകുല് വീട്ടിൽ പോയിട്ട് രാവിലെ വന്നല്ലേ? അതെ സാർ. വിഷു വീട്ടിൽ തന്നെ ആഘോഷിച്ചു. ഗുഡ്. വീട്ടുകാരുമായിട്ട് കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് സ്വന്തമായിട്ടൊരു ഫോണൊക്കെ ഉപയോഗിച്ചുകൂടെ? ഇങ്ങനെ കമ്പനി ഫോൺ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ഫോൺ മേടിക്കണമെന്ന ആലോചനയിലുണ്ട് സാർ. സാർ, മറ്റവന്മാർ ഇന്നലെ വീണ്ടും ബാറിൽ കയറി ബഹളം ഉണ്ടാകില്ലേ? ഫോറിനേഴ്സിനോട് അവന്മാരുടെ കളി. ഇനി കേസായ നമ്മളും കൂടെ കുടുങ്ങും. നീ അതിലൊന്ന് ഇടപെട്ട് എങ്ങനെയും ഒന്ന് സോൾവ് ചെയ്യണം. കമ്പനിയെ വേണ്ടി പ്രത്യേകം പറഞ്ഞിരിക്കുക. സാർ, അത് ഞാൻ നോക്കിക്കോളാം. ഞാനെന്നില്ല ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അത് നടക്കില്ലായിരുന്നു. ഇനി എന്തായാലും അവന്മാർ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള പരിപാടി ഞാൻ ചെയ്തോളാം. ഓക്കെ. ഇതുവരെ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. ഇന്നലെ തന്നെ വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടിയില്ലായിരുന്നു. എന്നാ ശരി, വെക്കോ. ഓക്കെ സാർ. ആ. സാർ, എന്തോ 307 കോളേജ് ടീമാണോ? നമ്മുടെ ലീഗൽ അഡ്വൈസർ പറഞ്ഞ കുട്ടികളാ. ഒരു പയ്യനും അവന്റെ സിസ്റ്ററാ. എന്താ പോലെ ചോദിച്ചേ? അല്ല, ഒന്നുമില്ല. എനിക്ക് പയ്യനെ അറിയാം. പക്ഷേ
അവനങ്ങനെ ഒരു സിസ്റ്റർ ഒന്നുമില്ല. എങ്കിൽ വല്ല അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. വരടാ, എന്തെങ്കിലും ആവട്ടെ. ശരി സാർ.